ഞാൻ 30 വർഷത്തിലേറെയായി എമർജൻസി റൂമുകളിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ എന്നെ വ്യക്തമായി കേൾക്കണം. 60 വയസ്സിന് മുകളിലുള്ള മിക്ക ആളുകളും ഒറ്റയ്ക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ അതിജീവിക്കില്ല. അത് ഭയപ്പെടുത്തലല്ല, അതൊരു വസ്തുതയാണ്. ഹൃദയാഘാത മരണങ്ങളിൽ പകുതിയും രോഗി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവർ സമയം പാഴാക്കുന്നു, അവർ മടിക്കുന്നു, അവർ പരിഭ്രാന്തരാകുന്നു. സഹായം എത്തുന്നതുവരെ രക്തം ദീർഘനേരം ഒഴുകുന്നത് നിലനിർത്താൻ കഴിയുന്ന ലളിതവും ജീവൻ രക്ഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ അവർക്ക് അറിയില്ല. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത. ശാസ്ത്ര പിന്തുണയുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ അവയ്ക്ക് നിങ്ങളുടെ അതിജീവന സാധ്യതകളെ ഗണ്യമായി മെച്ചപ്പെടുത്താൻ കഴിയും. കാർഡിയോളജിസ്റ്റുകൾ രോഗികളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ തന്ത്രങ്ങളാണ് ഇവ. മറ്റാരും അടുത്തില്ലാത്തപ്പോൾ ഹൃദയാഘാതത്തെ അതിജീവിക്കാൻ ഓരോ മുതിർന്ന പൗരനും അറിഞ്ഞിരിക്കേണ്ട 7 ജീവൻ രക്ഷിക്കുന്ന നുറുങ്ങുകൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ മൂന്നാമത്തെ കാര്യം കേൾക്കുന്നതുവരെ കാത്തിരിക്കുക. സ്ഥിരമായ കേടുപാടുകൾക്കും ആശുപത്രിയിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുന്നതിനും ഇടയിൽ വ്യത്യാസം വരുത്താൻ ഇതിന് കഴിയുമെന്ന് ഗവേഷണം സൂചിപ്പിക്കുന്നു. മിക്ക ആളുകൾക്കും അറിയില്ല, പക്ഷേ ഇന്നു മുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പരാമർശിക്കുന്ന എല്ലാ മെഡിക്കൽ റെഫറൻസുകളും ശാസ്ത്രീയ പഠനങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മളിതിൽ മുഴുകുന്നതിന് മുമ്പ് ഇതാ ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് എത്ര വയസ്സായി? കമൻറ്റ് ബോക്സിൽ എന്നോട് പറയൂ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്പർ 7, എമർജൻസി സർവീസസ് ഉടൻ വിളിക്കുക. കാത്തിരിക്കരുത്. ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആദ്യത്തേതും ഏറ്റവും നിർണായകവുമായ നടപടി ലളിതമാണ്. അടിയന്തര സേവനങ്ങളെ ഉടൻ വിളിക്കുക. ഒരുപക്ഷെ ഇത് ദഹനക്കേട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, അത് മാറുമോ എന്ന് നോക്കാം എന്ന് സ്വയം പറയരുത്. നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ മിനിറ്റിലും നിങ്ങളുടെ ഹൃദയപേശികൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കൂടുതൽ വഷളാകുന്നു. രക്തയോട്ടം കൂടുതൽ നേരം തടസ്സപ്പെടുമ്പോൾ കൂടുതൽ ഹൃദയകോശങ്ങൾ മരിക്കും. ആശുപത്രിയിൽ നിന്ന് ജീവനോടെ പുറത്തു പോകാനുള്ള സാധ്യതയും കുറയും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അഭിപ്രായത്തിൽ രോഗലക്ഷണങ്ങളുടെ ആദ്യത്തെ 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ അടിയന്തര സേവനങ്ങളെ വിളിക്കുന്ന രോഗികൾക്ക് അതിജീവന സാധ്യത വൈകിയവരെക്കാൾ 50% വരെ കൂടുതലാണ്. എന്നാൽ പല വൃദ്ധരും അവരുടെ ലക്ഷണങ്ങളെ കുറച്ചു കാണുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരിൽ 1/3 പേരും സഹായം തേടുന്നതിന് മുമ്പ് 2 മണിക്കൂറിലധികം കാത്തിരിക്കാറുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പലപ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് മറികടക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ മടി മാരകമായേക്കാം. അതിനാൽ നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നെഞ്ചുവേദന, പെട്ടെന്നുള്ള ശ്വാസതടസ്സം, വിശദീകരിക്കാനാകാത്ത ഓക്കാനം, അല്ലെങ്കിൽ ആ ഭയാനകമായ തണുത്ത വിയർപ്പ് എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നതുവരെ ഹൃദയാഘാതമാണെന്ന് നടിക്കുക. ഉടൻ തന്നെ ഫോൺ എടുത്ത് എമർജൻസി സർവീസസ് വിളിക്കുക. നിങ്ങൾ വസിക്കുന്ന രാജ്യത്തിലെ നമ്പർ എത്രയാണോ അതിൽ വിളിക്കുക. അത് ദഹനക്കേടായി മാറിയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അത് ശരിക്കും ഒരു ഹൃദയാഘാതമാണെങ്കിൽ, പലപ്പോഴും അങ്ങനെയാണെങ്കിൽ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ചുവടുവെപ്പ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ പാരാമെഡിക്കുകൾ എത്തുന്നതിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ അടുത്തതായി ചെയ്യുന്നത് രക്തയോട്ടം നിലനിർത്താൻ സഹായിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ വിലയേറിയ മിനിറ്റുകൾ നൽകുകയും ചെയ്യും. അത് നമ്മളെ 6ാമത്തെ ടിപ്പിലേക്ക് എത്തിക്കുന്നു. 6ാമത്തെ ടിപ്പ്: നിങ്ങളുടെ കയ്യിൽ ഒരു ആസ്പിരിൻ ഉണ്ടെങ്കിൽ ചവയ്ക്കുക. നിങ്ങൾക്ക് അലർജി ഒന്നുമില്ലെങ്കിൽ ചവയ്ക്കുക. എന്തുകൊണ്ട്? കാരണം ആസ്പിരിൻ ഒരു വേദന സംഹാരി മാത്രമല്ല, കുറിപ്പടിയില്ലാതെ ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ രക്തം കട്ടപിടിക്കുന്നതിനെ ചെറുക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് ഇത്. രക്തം കട്ടപിടിക്കുന്നത് ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം തടയും. അപ്പോഴാണ് മിക്ക ഹാർട്ട് അറ്റാക്കുകളും സംഭവിക്കുന്നത്. രക്തം കട്ടപിടിക്കുന്നത് വലുതാകുന്നത് തടയുന്നതിലൂടെ ആസ്പിരിൻ സഹായിക്കുന്നു. വൈദ്യസഹായം എത്തുന്നതുവരെ കുറച്ചു രക്തം ഒഴുകുന്നത് തുടരാൻ അനുവദിക്കുന്നു. ശാസ്ത്രം വളരെ വ്യക്തമാണ്. ഹൃദയാഘാത സമയത്ത് ആസ്പിരിൻ കഴിക്കുന്നത് മരണസാധ്യത 23% കുറച്ചതായി ദി ലാൻഡ്സെറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തി. എന്നാൽ പ്രധാന ഭാഗം ഇതാണ്: വേഗത പ്രധാനമാണ്. ഒരു ആസ്പിരിൻ മുഴുവനായും വിഴുങ്ങാൻ 10 മുതൽ 12 മിനിറ്റ് വരെ എടുത്തേക്കാം. അത് നിങ്ങളുടെ വയറ്റിൽ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അത് ചവയ്ക്കുന്നത് അത് ഉടനടി വിഘടിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ വായയുടെയും വയറിൻ്റെയും പാളിയിലൂടെ വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ അനുവദിക്കുന്നു. ഓരോ സെക്കൻഡും വിലമതിക്കുമ്പോൾ ആ കുറച്ച് മിനിറ്റുകൾക്ക് ഹൃദയപേശികളെ രക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സാധ്യതയുണ്ട്. 70 വയസ്സുള്ള ഒരു ബസ് ഡ്രൈവർ തൻ്റെ മുറിയിൽ തനിച്ചായിരുന്നപ്പോൾ നെഞ്ചിൽ തകരുന്ന വേദന അനുഭവപ്പെട്ടു. ഡോക്ടറുടെ ഉപദേശം അദ്ദേഹം ഓർമ്മിച്ചു. മെഡിസിൻ ക്യാബിനറ്റിൽ ആസ്പിരിൻ എടുക്കാൻ കൈനീട്ടി. ഒരു ടാബ്ലറ്റ് ചവച്ച് എമർജൻസി നമ്പറിൽ വിളിച്ചു. ലളിതമായ തീരുമാനം ഹൃദയത്തിന് വലിയ നാശനഷ്ടങ്ങൾ തടയാൻ ആവശ്യമായ രക്തം പ്രവഹിക്കുന്നുണ്ടെന്ന് പാരാമെഡിക്കുകൾ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം ജീവനോടെയാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്.
നിർഭാഗ്യവശാൽ ഇവിടെയാണ് പല മുതിർന്നവരും തെറ്റ് ചെയ്യുന്നത്. ചിലർ ആസ്പിരിൻ വീട്ടിൽ സൂക്ഷിക്കുന്നില്ല. മറ്റുള്ളവർ അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ മടിക്കുന്നു. നിങ്ങൾക്ക് ആസ്പിരിനോട് അലർജി ഉണ്ടെങ്കിൽ, ബ്ലീഡിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ അത് കഴിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഹൃദയാഘാതം ഉണ്ടാകുമെന്ന് സംശയിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ സാധാരണയായി 325 മില്ലിഗ്രാം ഗുളിക കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് ഹൃദയാഘാതത്തെ തടയില്ല, പക്ഷേ കേടുപാടുകൾ കൂടുതൽ വഷളാകുന്നത് തടയാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 5: ഇറുകിയ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നിവർന്ന് ഇരിക്കുക. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഓരോ ചലനവും നിങ്ങളുടെ ഹൃദയം എത്രത്തോളം സമ്മർദ്ദം സഹിക്കണം എന്നതിനെ ബാധിക്കുന്നു. ഏറ്റവും ലളിതമായ എന്നാൽ അവഗണിക്കപ്പെടുന്നതുമായ അതിജീവന നടപടികളിലൊന്ന് ഇറുകിയ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നിവർന്ന് ഇരിക്കുക എന്നതാണ്. ഇറുകിയ ബെൽറ്റുകൾ, അരക്കെട്ടുകൾ, കോളറുകൾ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ക്ലോത്തിങ് എന്നിവ ഓക്സിജൻ റിച്ച് ബ്ലഡ് പ്രചരിക്കുന്നത് ബുദ്ധിമുട്ടാക്കും. എന്നാൽ നിവർന്ന് ഇരിക്കുന്നത് നിങ്ങളുടെ ഡയഫ്രത്തിലെയും ശ്വാസകോശത്തിലെയും സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കുന്നു, ശ്വസനം എളുപ്പമാക്കുന്നു, അതേസമയം നിങ്ങളുടെ ഇതിനകം ബുദ്ധിമുട്ടുന്ന ഹൃദയത്തിലെ ജോലിഭാരം കുറയ്ക്കുന്നു. ഇത് വെറും സാമാന്യ ബുദ്ധി മാത്രമല്ല, ഫിസിയോളജിയും ഇതിനെ പിന്തുണയ്ക്കുന്നു. ഹൃദയാഘാത സമയത്ത് നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയതോ അടഞ്ഞതോ ആയ ആർട്ടറീസിലൂടെ ഓക്സിജൻ പമ്പ് ചെയ്യാൻ തീവ്രമായി ശ്രമിക്കുന്നു. ഫ്ലാറ്റായി കിടക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ കഠിനമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദുർബലമായ ശ്വാസകോശങ്ങളോ COPD പോലുള്ള അവസ്ഥകളോ ഉണ്ടെങ്കിൽ. നിവർന്ന് ഇരിക്കുന്നതിലൂടെ നിങ്ങളുടെ പുറം ഒരു ചെറിയ കോണിൽ താങ്ങി നിർത്തുന്നതിലൂടെ നിങ്ങളുടെ ശ്വാസകോശത്തിലേക്കുള്ള വായു സഞ്ചാരം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ മർദ്ദം കുറയ്ക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഫലപ്രദമായി സഹായിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ക്ലിനിക്കൽ അവലോകനം ഹൃദയാഘാത സമയത്ത് രോഗികളെ നിവർന്നു നിർത്തുന്നത് ശ്വാസകോശത്തിലെ തിരക്ക് കുറയ്ക്കുമെന്ന് ഊന്നി പറഞ്ഞു. ശ്വാസകോശത്തിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് ശ്വസനം മിക്കവാറും അസാധ്യമാക്കുന്നു. ഇത് വളരെ ലളിതമായൊരു ഘട്ടമാണ്. പല മുതിർന്നവരും ഇത് അവഗണിക്കുന്നു, പക്ഷേ അത് ശരിക്കും പ്രധാനമാണ്. എന്നാൽ നിങ്ങളുടെ സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആ നിർണായക നിമിഷങ്ങളിൽ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലനിർത്താൻ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട്. അത് നമ്മളെ 4ാമത്തെ ടിപ്പിലേക്ക് കൊണ്ടുവരുന്നു. ടിപ്പ് നമ്പർ 4: ക്ഷീണം തോന്നിയാൽ ബലമായി ചുമയ്ക്കുക. ഇത് താൽക്കാലികമായ രക്തയോട്ടം നിലനിർത്താൻ സഹായിച്ചേക്കാം. ഇത് വിചിത്രമായി തോന്നാം, വളരെ ലളിതമാണ്. എന്നാൽ ചില ഹൃദയ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തുന്നതുവരെ ദീർഘനേരം ബലമായി ചുമയ്ക്കുന്നത് നിങ്ങളെ ബോധവാനാക്കിയേക്കാം. ഡോക്ടർമാർ ചിലപ്പോൾ ഇതിനെ കഫ് CPR എന്ന് വിളിക്കുന്നു. ആശയം ലളിതമാണ്. നിങ്ങൾ ആഴത്തിലും ബലമായും ചുമയ്ക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലെ പേശികൾ ചുരുങ്ങുന്നു, നിങ്ങളുടെ ഡയഫ്രം കംപ്രസ് ചെയ്യുന്നു, നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ പ്രഷർ വർദ്ധിക്കുന്നു. ആ പ്രഷർ താൽക്കാലികമായി ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം നീക്കാൻ സഹായിക്കും. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ നിങ്ങളെ ബോധവാനായിരിക്കാൻ ഇത് അനുവദിക്കുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായി പറയാം, കഫ് CPR അടിയന്തര വൈദ്യചികിത്സയ്ക്ക് പകരമല്ല, കൂടാതെ ഇത് ഹൃദയാഘാതത്തിനുള്ള പരിഹാരവുമല്ല. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം, തലകറക്കം അല്ലെങ്കിൽ പാരാമെഡിക്കുകൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ബോധം നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് തോന്നിയാൽ ബലമായി ചുമയ്ക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വിലപ്പെട്ട നിമിഷങ്ങൾ നൽകിയേക്കാം. ചില സന്ദർഭങ്ങളിൽ ഓരോ 2-3 സെക്കൻഡിലും ചുമയ്ക്കുന്നതിലൂടെ രോഗികൾ നിരവധി മിനിറ്റ് ജാഗ്രത പാലിച്ചു. നിങ്ങളുടെ കാഴ്ച കുറയുകയോ തല കറങ്ങുകയോ നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ ബോധരഹിതനാകാൻ പോകുകയോ ചെയ്താൽ ഇത് പരീക്ഷിക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക, തുടർന്ന് കഴിയുന്നത്ര കഠിനമായി ചുമയ്ക്കുക. തുടരുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സഹായകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ ഒരു നിമിഷം എടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ജീവൻ രക്ഷിക്കുന്ന ആരോഗ്യ വിവരങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല. ടിപ്പ് നമ്പർ 3: നിങ്ങളുടെ വാതിൽ തുറക്കുക, നിങ്ങളുടെ ഫോൺ അടുത്തു വയ്ക്കുക. ഏറ്റവും അവഗണിക്കപ്പെടുന്ന അതിജീവന ഘട്ടങ്ങളിലൊന്ന് ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ്. നിങ്ങളുടെ മുൻവാതിൽ തുറക്കുക, നിങ്ങളുടെ ഫോൺ കയ്യെത്തും ദൂരത്ത് സൂക്ഷിക്കുക. ഇതൊരു ചെറിയ വിശദാംശമായി തോന്നാം, പക്ഷേ ഒരു അടിയന്തരാവസ്ഥയിൽ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനോ രക്ഷാപ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ പാടുപെടുന്നതിനിടയിൽ വിലയേറിയ മിനിറ്റുകൾ നഷ്ടപ്പെടുന്നതിനോ ഇടയിലുള്ള വ്യത്യാസത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ആവശ്യമെങ്കിൽ പാരാമെഡിക്കുകൾ നിർബന്ധിതമായി പ്രവേശിക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഓരോ അധിക തടസ്സത്തിനും വിലപ്പെട്ട സമയം ചിലവാകും. ചികിത്സയിലെ ഓരോ 10 മിനിറ്റ് കാലതാമസത്തിനും അതിജീവന നിരക്ക് ഗണ്യമായി കുറയുന്നുവെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വയ്ക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ. വളരെയധികം മുതിർന്ന പൗരന്മാർ അവരുടെ ഫോൺ മറ്റൊരു മുറിയിൽ ചാർജ് ചെയ്യാൻ വയ്ക്കുന്നു. ഹൃദയാഘാത സമയത്ത് കുറച്ച് ദൂരം നടക്കുന്നത് പോലും നിങ്ങളെ തളർത്താനിടയാക്കും.
നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുന്നത് സഹായം എത്തുന്നതുവരെ എമർജൻസി ടീമുമായി ബന്ധം നിലനിർത്താൻ നിങ്ങളെ അനുവദിക്കുന്നു. ടിപ്പ് നമ്പർ 2, സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുക. ഹൃദയത്തിലെ സമ്മർദ്ദം കുറയ്ക്കുകയും ഓക്സിജൻ ഒഴുക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഹൃദയാഘാത സമയത്ത് പരിഭ്രാന്തി നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നായി മാറുന്നു. ഭയം നിങ്ങളെ കീഴടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിൻ്റെ പ്രതികരണത്തിലേക്ക് പ്രവേശിക്കുന്നു. അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ ഒരു കുതിച്ചുചാട്ടം പുറത്തുവിടുന്നു. അത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയരുന്നതിനും ഇതിനകം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഹൃദയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിനും കാരണമാകുന്നു. സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുക. ആഴത്തിൽ ശ്വസിക്കുന്നത് 2 പ്രധാന കാര്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നാമതായി, നിങ്ങളുടെ രക്തത്തിലേക്കും തലച്ചോറിലേക്കും എത്തുന്ന ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. രക്തയോട്ടം കുറയുമ്പോൾ ഇവ രണ്ടിനും ഓക്സിജൻ ആവശ്യമാണ്. രണ്ടാമതായി, ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ വിശ്രമിക്കാൻ സൂചിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന സ്ട്രെസ് ഹോർമോണുകളുടെ ഒഴുക്കും കുറയ്ക്കുന്നു. ജേണൽ ഓഫ് കാർഡിയോ പൾമോണറി റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷനിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം വിപുലമായ ഹൃദയ സംബന്ധമായ അസുഖമുള്ള രോഗികളിൽ പോലും മന്ദഗതിയിലുള്ളതും നിയന്ത്രിതവുമായ ശ്വസനം ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തി. ഹൃദയാഘാതത്തിന് ഇതൊരു പരിഹാരമല്ല, പക്ഷേ അടിയന്തര വൈദ്യസഹായം എത്തുന്നതുവരെ നിങ്ങളുടെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ ഇത് കൂടുതൽ അവസരം നൽകുന്നു. നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ വയറ്റിൽ വയ്ക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ പതുക്കെ ശ്വസിക്കുക. നിങ്ങളുടെ വയറ് മുകളിലേക്ക് ഉയരാൻ അനുവദിക്കുക. പിന്നീട് നിങ്ങൾ ചുണ്ടുകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് സൗമ്യമായി ശ്വാസം വിടുക. ഓരോ മിനിറ്റിലും ഏകദേശം 6 മുതൽ 8 വരെ ശ്വാസങ്ങൾ പതിയെ ലക്ഷ്യമിടുക. ഇത്തരത്തിലുള്ള ഡയഫ്രാമാറ്റിക് ബ്രീത്തിങ് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല, പരിഭ്രാന്തി ബാധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമായി നിലനിർത്താനും സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 1, കഴിയുന്നത്ര ശാന്തമായും നിശ്ചലമായും ഇരിക്കുക. ഒരു ഹൃദയാഘാതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സ്വാഭാവിക ഇൻസ്റ്റിങ്ക്റ്റ് വേഗത കൂട്ടുക, ചുറ്റിക്കറങ്ങുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിവയായിരിക്കാം. എന്നാൽ അത് അത്യന്തം അപകടകരമാണ്. ഒന്നാമത്തെ അതിജീവന നിയമം ലളിതമാണ്. കഴിയുന്നത്ര ശാന്തമായും നിശ്ചലമായും തുടരുക. അനാവശ്യമായ ഓരോ ചലനവും നിങ്ങളുടെ ദുർബലമായ ഹൃദയത്തെ കൂടുതൽ പമ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഹൃദയാഘാത സമയത്ത് നിങ്ങളുടെ ഹൃദയം ഇതിനകം തന്നെ ജീവന് വേണ്ടി പോരാടുകയാണ്. തുടരുന്നത് ഇപ്പോഴും ആയാസം കുറയ്ക്കുകയും ഓക്സിജൻ സംരക്ഷിക്കുകയും അടിയന്തര വൈദ്യസഹായം എത്തുന്നതുവരെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത നൽകുകയും ചെയ്യുന്നു. ഹൃദയാഘാത സമയത്ത് കൊറോണറി ആർട്ടറീസിലൂടെയുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ ഗുരുതരമായി കുറയുകയോ ചെയ്യുന്നു. ഏതൊരു ശാരീരിക പ്രവർത്തനവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓക്സിജന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആ ഓക്സിജൻ വിതരണം ഇതിനകം വിച്ഛേദിക്കപ്പെട്ടതിനാൽ ഓരോ അധിക ചലനവും ഹൃദയപേശികൾക്കുള്ളിൽ സംഭവിക്കുന്ന നാശത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ക്ലിനിക്കൽ പഠനം കണ്ടെത്തി, അക്യൂട്ട് കൊറോണറി സംഭവങ്ങളിൽ ശാരീരിക അധ്വാനം കുറയ്ക്കുന്നത് സങ്കീർണതകൾ കുറയ്ക്കുകയും രോഗിയുടെ ഫലങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ആ മന്ദഗതിയിലുള്ള ആഴത്തിലുള്ള ശ്വാസങ്ങൾ തുടരുമ്പോൾ നിശ്ചലതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ആ ദോഷകരമായ സ്ട്രെസ് റെസ്പോൺസ് കുറയ്ക്കാൻ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾ സ്വയം ഇങ്ങനെ പറയുക: ഞാൻ സഹായത്തിനായി വിളിച്ചു. ഇപ്പോൾ എൻ്റെ ഒരേ ഒരു ജോലി നിശ്ചലമായി തുടരുകയും ശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. നിശ്ചലത, ശാന്തത, എല്ലാ ഊർജവും നിങ്ങൾ ലാഭിക്കുന്നു. ഇതാണ് ഹൃദയാഘാത സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയ 7 കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ അറിവ് വളരെ പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ നിശ്ചയമായും ഈ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.